അസ്വസ്ഥത കൊണ്ടാണ് ഈ രാജ്യത്തുള്ളവരൊക്കെ ബുക്ക് എഴുതിയിട്ടുള്ളത്, ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ അത് അസ്വസ്ഥത കൊണ്ടാണ്. ഇതെല്ലാം ഒരേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രായമായി, ഇനിയുള്ള നമ്മുടെ വരുന്ന തലമുറ എല്ലാം മനസ്സിലാക്കണം കുറേ കാര്യങ്ങൾ. അഹങ്കരിക്കരുത്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയായിട്ട് കാണുന്നു. പൊതുസമൂഹത്തോട്ടുള്ള ഒരു ബാധ്യത. അത് പറയണം പിള്ളേരുടെ അടുത്ത്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആളുകളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും, ജാഗ്രതയായിട്ടിരിക്കുക എന്നൊരു സൂചന കൊടുക്കാൻ പറ്റും. ഈ ഒരു വിഷയം വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് കുറേ ആളുകൾ വിളിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞോളാം. ഒടുവിലുണ്ട് കൃഷ്ണൻ്റെ കുടുംബങ്ങൾ, ഇനിയുള്ള കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഒരുപാട് പേര് ബന്ധപ്പെട്ടു. ഈ രഞ്ജിത്തിൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ എന്നെ പലരും വിളിച്ചു. അവരെല്ലാം വളരെ ഞാൻ പറഞ്ഞതിനോട് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. കുറേ അഹങ്കാരം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനാണ്, പുള്ളി അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. പുള്ളിയുടെ അടുത്ത ബന്ധുക്കൾ, ഞാൻ പറഞ്ഞില്ല, രാജീവൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചായിരുന്നു. രഞ്ജിത്തിന്റെ ഒരു അനുജനുണ്ട്, രഘു നന്ദകുമാർ എന്ന് കണ്ട പേര്. അതുപോലത്തെ ഒരു ഇതിനകത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു. അദ്ദേഹമാണെന്നറിയില്ല, അതേ പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിൽ കയറി നോക്കിയപ്പം നന്ദനത്തിന്റെയും അത് ഇതൊക്കെ കിടപ്പുണ്ട് പോസ്റ്റൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? അതുവരെ എടുത്താണോ? ആരാണ്? എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു വന്നിരിക്കുന്നത് രഘുനന്ദ് PK എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചറിൽ നിന്ന് വന്ന ഒരു വോയിസാണ്. അപ്പം ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ അതിനകത്ത് രഞ്ജിത്തിൻ്റെ ചിത്രങ്ങളും സിനിമ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ പേരും രഘുനന്ദൻ എന്നങ്ങോട്ടുമാണ് പേര്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 2 വാക്കേ ഉള്ളൂ, ഒന്ന് കേൾക്കാം. തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അശറപ്പേ. തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അശറപ്പേ എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ തന്തയ്ക്ക് വിളിച്ചു എന്നാണ്, അതായിരിക്കണം വരുന്നത്. അതായത് തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അവാർഡ് പ്രശ്നമായിരുന്നു. അങ്ങനെ കയറി തന്തയ്ക്ക് വിളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരാളെ കയറി ഒരു പാടത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആൾ ഒരു വലിയ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയറിയിട്ട് നിന്റെ തന്ത മറ്റേതെന്നൊക്കെ പറയാം. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അവാർഡിനെ പറ്റി പറയാം, അത് എന്തെങ്കിലും ചിലപ്പോൾ ഇതായിട്ട് പറയും. അപ്പൊ ആ ഒരു ഓഡിയോ അദ്ദേഹം അയച്ചിരിക്കുന്നത് അത് ഇനി നിങ്ങളെയും ഭീഷണി ഉണ്ടോന്നൊരു സ്വരമുണ്ട്. എന്നെ എന്ത് ഭീഷണി? എനിക്ക് എന്ത് ഭീഷണി? അഷ്റഫ് തന്തയ്ക്ക് വിളിച്ചാൽ അഷ്റഫിനെയും കയറി തല്ലും. ആ ഒരു ഭീഷണി സ്വരം അതിനകത്തുണ്ട്. ഒരു മൊത്തത്തിൽ മാടമ്പിത്തരമാണോ? അതെല്ലാവർക്കും വരുമല്ലോ സ്വഭാവം. അതിൽ പാവം ഉണ്ടായിരുന്ന രാജീവേ ഉള്ളായിരുന്നു, അതിൽ സാധുവായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഇദ്ദേഹമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടിരിക്കുന്ന ആൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ലാതാണെന്നുള്ളത് ഞാൻ ധരിക്കുന്നു അതായിരിക്കുമെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് അതാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ കാണിച്ചത്. ആ പ്രൊഫൈൽ വേണമെങ്കിൽ പ്രൊഫൈലിലൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? താങ്കൾ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. എന്തിന് നമുക്കറിയില്ല. ഒരുപാട് പേര് ഇതുപോലെയൊക്കെ പക്ഷെ ഇങ്ങനെ ആരും വന്നിട്ടില്ല. ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, ഒരൊറ്റ വോയിസ്. മറ്റേതോ പിന്നെ കുറെ പേര് ബാക്കി എല്ലാവരും അനുകൂലമായിട്ട്. അനുകൂലമെന്ന് പറയാൻ കാരണം അത്രത്തോളം സ്നേഹമാണ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനോടുള്ള ആളുകളുടെ സ്നേഹം. ഭയങ്കരമാണ്. അവർക്കെല്ലാം വിഷമം. സ്ത്രീകളൊക്കെ ഒരുപാട് പേര് കരഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് കണ്ണെന്നറിയാത്ത സ്ത്രീകളില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇനിയിപ്പം താങ്കളെ സംബന്ധിച്ചോളം ഇനിയും ഒത്തിരി ബോംബുകൾ പൊട്ടിക്കാതിരിക്കുന്നു. ആ ബോംബുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സമൂഹം. താങ്കൾ ഇപ്പോഴും ഒന്നും കൂടെ പറയുന്നു, എൻ്റെ അടുത്തും കൂടെ പറയുന്നത് ബോംബുകൾ ഉണ്ട്. അത് അല്ല, ഞാൻ ബോംബ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനത്തെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ നടന്ന അതായത് ആളുകൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ വിഗ്രഹങ്ങൾ സിനിമയിൽ അവർ ചെയ്ത ചില ദുഷ്ചെയ്തികൾ. അത് ഞാൻ പറയില്ല, അത് ഒരിക്കലും അവരുടെ പേഴ്സണൽ വിഷയങ്ങളോ കുടുംബ വിഷയങ്ങളോ അല്ല. അതല്ലാതെ പൊതുവായിട്ട് സിനിമയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും.